ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ആഴ്ചയോടടുക്കുമ്പോഴാണ് കേട്ടോ ഒരു വമ്പൻ ട്വിസ്റ്റ് വന്നിട്ടുള്ളത്. ആ ട്വിസ്റ്റ് പ്രേക്ഷകരെ മാത്രമല്ല ഹൗസ്മേറ്റിനെ വരെ ഞെട്ടിച്ചിട്ടുണ്ട്. ലാലേട്ടൻ വരെ ഞെട്ടിപ്പോയി. അനുമോളോട് അനീഷിൻ്റെ വിവാഹാഭ്യർത്ഥന വന്ന ഒരാഴ്ചയായിരുന്നു ഇത്. തുടക്കം മുതൽ ഇതുവരെ ഒരു ഇതുമില്ലാതെ നടന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ ആള് അത് പറഞ്ഞിട്ടുള്ളത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആദ്യം സംസാരിച്ചത് ഈ വിഷയമായിരുന്നു. അനീഷിനെ അനുമോൾ എന്നൊക്കെ വിളിച്ചിട്ടാണ് ലാലേട്ട ഈ വിഷയം എടുത്തിട്ടുള്ളത്. അനുമോൾക്ക് ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ ചിലപ്പോൾ സമയം വേണ്ടി വരും എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു കേട്ടോ. എന്നിട്ടൊരു ബ്രേക്കിന് പോയ സമയത്ത് ലാലേട്ടൻ പറഞ്ഞതിലെ ഒരു ഇത് അതൃപ്തി അനുമോള് ആദിലേനോട് പറഞ്ഞു. എനിക്കിതിന് പറയാനൊരു താമസമൊന്നുമില്ല, താല്പര്യമില്ല എന്ന് പറയാൻ, എനിക്ക് സമയമൊന്നും വേണ്ട, എന്തിനാ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. ലാലേട്ടൻ അങ്ങനെ പറയുമ്പോൾ അനീഷേട്ടന് പിന്നെയും ഒരു പ്രതീക്ഷ വരികയല്ലേ എന്നുള്ളൊരു ചിന്തയാണ് തോന്നണു അനുമോൾക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. പിന്നെ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഫോർ ഫൺ, അങ്ങനെ വിചാരിച്ചാൽ മതി, ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫണ്ണായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ വേറെ അതിൻ്റെ ഒന്നും വിചാരിക്കൊന്നും വേണ്ട, അതിലൊരു ഇടങ്ങറൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനുമോളുടെ മുഖത്ത് വായിച്ചറിയായിരുന്നു വലിയ ടെൻഷൻ ഉണ്ട് എന്നുള്ളത്. അനീഷ് ഒരു പ്രണയം തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഫീല് തോന്നിയെന്നാണ് കേട്ടോ അനീഷിൻ്റെ മറുപടി. അപ്പോൾ അനുമോൾക്ക് എന്താ തോന്നിയതെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളിങ്ങനെ മുഖത്ത് നോക്കി അങ്ങനെ പറയണത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ താല്പര്യമില്ല എന്ന് അങ്ങനെ ഞാൻ കരുതിയിട്ടില്ല. ഇഷ്ടമാണ് അനീഷേട്ടനെ, പക്ഷെ കല്യാണം കഴിക്കുക അങ്ങനെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് പറയാൻ എനിക്ക് താമസമൊന്നുമില്ല, എനിക്ക് ആലോചിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനുമോള്. അനുമോളോട് ക്രഷ് ഉണ്ടെന്ന് മുന്നേ തന്നെ അനീഷ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളോട് അനീഷ് കാണിച്ച കരുതലിനെ കുറിച്ച് മോഹൻലാൽ ചോദിക്കുകയും ചെയ്തിരുന്നു. അതേസമയം എൻ്റെ സങ്കല്പത്തിലുള്ള ആളല്ല അനീഷ് എന്നൊക്കെ ആദിലേനോടും നൂറേനോടും ഷാനവാസിനോടൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനീഷ് പറഞ്ഞ സമയത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അനീഷ് ഒരു മോശം വ്യക്തിയൊന്നുമല്ല, ആള് നല്ലൊരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായമുണ്ട്, പക്ഷേ കല്യാണം എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമേ അനുമോള് പറയുന്നുള്ളൂ. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട് കേട്ടോ, അനുമോള് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് അനീഷിന്. കാരണം അവൾ വിചാരിച്ച സ്റ്റാർ മാജിക്കിൽ തങ്കച്ചനും അവളായിട്ടൊരു കോംബോ ഉണ്ടായിരുന്നല്ലോ, അത് പക്ഷെ എല്ലാവരും കോമഡിയാന്ന് അറിഞ്ഞും കൊണ്ടാണ് സ്വീകരിച്ചത്. പക്ഷെ അനീഷ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല അല്ലേ, ഒരു പച്ചയായ മനുഷ്യൻ എന്നൊക്കെ പറയാം അനീഷിന്. അപ്പോൾ ആള് അത് റിയലാന്ന് വിചാരിച്ചിട്ടാണ് സംഗതി അത്രയും സീരിയസ് ആക്കി എടുത്തിട്ടുള്ളത്. അനുമോൾക്കത് സില്ലിയായിട്ട് വിടാൻ കഴിയും, കാരണം അങ്ങനെ മുന്നേ ഒരു കോംബോ ഒക്കെ ആയിട്ടുണ്ട്, തമാശയ്ക്കൊക്കെ സ്റ്റാർ മാജിക്കിലൊക്കെ കുറേ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അനുമോൾക്കതൊരു വിഷയമല്ലാത്തതും കൊണ്ട് ലാസ്റ്റ് ഇത് അറിഞ്ഞപ്പോൾ ഉള്ളൊരു ഷോക്ക് അനുമോളുടെ മുഖത്തും കാണാണ്ട് ആളുടെ പ്രവൃത്തികളിലും ഒക്കെ ഒരു ടെൻഷൻ ഉണ്ട്. ഈശ്വര, അതിപ്പോൾ ആകെ കുഴപ്പമാവുമോ എന്നുള്ളൊരു പേടി. തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടോയെന്ന് അനീഷിന്റെ ചോദ്യം കേട്ടോ അനുമോൾ ആകെ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. വീടിനകത്ത് ഇരുവരും തമാശ രൂപേണ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അനീഷ് വിഷയത്തിൽ സീരിയസ് ആണെന്ന് കണ്ടതോടെ പകച്ചുപോയ അനുമോളെയാണ് നമ്മളൊക്കെ കണ്ടത് അല്ലേ. അനുമോളിൽ നിന്നും അനുകൂലമായ മറുപടിയല്ല അനീഷിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അനീഷും ആകെ ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ ആളുടെ മുഖം അങ്ങനെ മാറി, ആ കളിയും ചിരിയൊക്കെ നിന്ന് പിന്നെ ആള് പഴയ പോലെ തന്നെ ഒരു മൂലയ്ക്ക് ഒതുങ്ങുകയാണെന്നാണ് നമ്മൾ കണ്ടത്. പിന്നെ അതാ ലാലേട്ടൻ വന്ന ഇന്നലത്തെ ദിവസത്താണ് ആളൊന്ന് പഴയ എനർജി തിരിച്ചു കിട്ടിയ പോലെ തോന്നിയത്. എന്തായാലും ഇപ്പോൾ ഒരു ആകാംക്ഷ വന്നിട്ടുണ്ട് അല്ലേ, എന്താവും ഇവരുടെ കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബിഗ് ബോസ് കഴിഞ്ഞാൽ നമുക്കൊരു ആകാംക്ഷ തോന്നുന്നില്ലേ, നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ.